ചാനൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SP Talks. പച്ചാമരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ള പുറത്തുനിന്നാണെങ്കിൽ കഴിച്ചിട്ടുള്ള വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ വീഡിയോയിലിട്ട് പോകും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ട ആദ്യം നമുക്ക് ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിലേക്ക് 1/2 കിലോ ചെമ്മീൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചതാണ്. അതിൻ്റെ പകുതിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇതൊരു 15 മിനിറ്റ് വയ്ക്കാം. നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കണേ. കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ആ വെളിച്ചെണ്ണ തന്നെ, ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ. ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറയുന്നില്ല. പൊടിയില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ തിരിച്ചിട്ടാ മതി. പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി എടുക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് നമുക്ക് ആദ്യം അത് ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അത് ആ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്, വേറെ എണ്ണ ഒഴിച്ചിട്ടില്ല. ഗ്രേവി ഇവിടെ തയ്യാറാവട്ടെ. അപ്പോൾ നമുക്ക് അരി വയ്ക്കാൻ നോക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യ്, അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, ഒരു കച്ചോലം, ഒരു 2 ഗ്രാമ്പൂ, ബേ ലീഫ്. ഞാനിപ്പോൾ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണേ. അപ്പോൾ അതിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതം, അപ്പോൾ 3.25 ഗ്ലാസ് വെള്ളം. അതിലേക്ക് കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച് ചെറുനാരങ്ങ നീരില്ലേ, അതിൻ്റെ ബാലൻസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ കുറച്ച് ചേർത്തായിരുന്നു മറ്റേ ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ, അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൽ പിടിക്കുക. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 2 ചെറിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. എന്നുവെച്ചാൽ ചെമ്മീൻ ഉപ്പിട്ടാണ് ഫ്രൈ ചെയ്തേക്കാൻ. ചെമ്മീനും കൂടി ചേർത്തിട്ട് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ചിടണം കേട്ടോ ഞാൻ. അപ്പോൾ അത് നോക്കിയിട്ട് പറിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരി കഴുകി വാരി വെച്ചേക്കാനാണ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തേക്കാം. ഇതൊന്ന് വേവട്ടെ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം.
സ്വല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ്റെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. നമുക്ക് ദമ്മിടാനായിട്ട് ആദ്യം നമുക്ക് കുക്കറിൽ ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഗ്രേവി കംപ്ലീറ്റ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചോറ് പകുതി ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ മൊത്തം റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുകളിലേക്ക് ക്യാഷ്നട്ടൊക്കെ ചേർക്കണേ, ഞാൻ ചേർത്തില്ല. നമ്മൾ ക്യാഷ്നട്ടൊക്കെ ചേർക്കണ ഇഷ്ടമല്ല. കുറച്ച് മല്ലിയില, അടച്ച് ഞാൻ ഒരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാക്കി വെച്ചിട്ട് അതിലേക്ക് വെക്കാം. ഒരു 5 മിനിറ്റ് അതിൽ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായി. ഇനി ഇത് കഴിച്ചു നോക്കേണ്ട ആൾ അറിഞ്ഞിട്ടില്ല എന്താ ഉണ്ടാക്കിയേക്കണമെന്ന് എന്താ ചെയ്തേക്കണമെന്നൊന്നും. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കുന്ന ആൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കക്ഷി അറിയാതെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. സർപ്രൈസ്. പക്ഷെ അവൻ ചിക്കനാണോ ബീഫാണോ എന്നൊക്കെ ചോദിച്ചേ. ചെമ്മീനാണോ തീരെ പ്രതീക്ഷിച്ചില്ല. എങ്ങനെയുണ്ട് കാണാൻ? റൈസ് ഇട്ട് പിടിച്ചിട്ടുണ്ട്. ചെമ്മീൻ തിന്ന് നോക്കട്ടെ. ചൂടാ. പൊളിയാണോ? ഞാൻ ആദ്യമായിട്ട് കഴിക്കണത്. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കണേ. ചൂട്. ഓക്കെ.